particular market situation where a single seller controls the entire supply of a commodity. ഒരു കമ്മോഡിറ്റിയുടെ ഫുൾ സപ്ലൈയും കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ലർ ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. അതേപോലെ തന്നെ there will be no close substitutes for that particular product what is sold by the monopolist. ആ monopolist വിൽക്കുന്ന പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവില്ല. അതാണ് മോണോപ്പൊളി മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവുന്നില്ല. അപ്പൊ മോണോപ്പൊളി എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലർ മാത്രമുള്ള ഒരു പ്രോഡക്റ്റിന് ഒരേ ഒരു സെല്ലർ മാത്രമുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. അപ്പം ആ ഒരു പ്രോഡക്റ്റിന് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവില്ല. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അതേപോലുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കില്ല മാർക്കറ്റിൽ. അങ്ങനെയുള്ള പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരേ ഒരു സെല്ലർ ഉള്ള ഒരു മാർക്കറ്റിനെ നമുക്ക് മോണോപ്പൊളി എന്ന് പറയാം. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ സിംഗിൾ സെല്ലർ ഡോമിനേറ്റ്സ് ദ എൻറ്റയർ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി. അപ്പം ഹി ഈസ് ദ പ്രൈസ് മേക്കർ. അവിടെ മോണോപ്പൊളിസ്റ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രൈസ് മേക്കർ ആയിരിക്കും. ഹി ക്യാൻ ഫിക്സ് ദ പ്രൈസ് അല്ലെ, പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് കൂട്ടുകയോ പ്രോഡക്റ്റിന്റെ അളവ് കുറച്ച് പ്രൈസ് കൂട്ടുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ മോണോപ്പൊളിസ്റ്റിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ കൺവീനിയൻസ് അനുസരിച്ച് മോണോപ്പൊളിസ്റ്റിന്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് പ്രോഡക്ട്സിന് പ്രൈസ് കൂട്ടുകയും ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ലാഭം മാക്സിമൈസ് ചെയ്യാനായിട്ട് മോണോപ്പൊളിസ്റ്റ് ചെയ്യാം. കാരണം വേറെ ഒരു സെല്ലർ അവിടെ കോമ്പറ്റീഷൻ ഇല്ല. അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റിന് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ അല്ല മാർക്കറ്റിൽ. ഇതുകൊണ്ട് ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. പിന്നെ മോണോപ്പൊളി എന്ന വാക്കിനർത്ഥം എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, സിംഗിൾ സെല്ലർ. മോണോ പറഞ്ഞ സിംഗിൾ, പൊളി പറഞ്ഞ സെല്ലർ എന്നാണ് അർത്ഥം. മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലർ ആണ്. ഓക്കെ, അപ്പൊ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഫോം ആണ്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് മോണോപ്പൊളി നോക്കാം അല്ലെ. നമുക്കറിയാം സിംഗിൾ സെല്ലർ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് വരുള്ളൂ അല്ലെ, ഒരേ ഒരു സെല്ലർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പ്രോഡക്റ്റിന് ആ സെല്ലർ വിൽക്കുന്ന പ്രോഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല, പകരം വെക്കാനായിട്ട് പ്രോഡക്ട്സ് ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ പ്രൈസ് മേക്കർ. ഹീസ് ദ പ്രൈസ് മേക്കർ. ഇവിടെ മോണോപ്പൊളിസ്റ്റ് ആരാണ്? പ്രൈസ് മേക്കർ ആണ്. അതാണ് മോണോപ്പൊളിസ്റ്റ്. അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള രീതിയിൽ ഏത് പ്രൈസ് വേണമെങ്കിലും ഫിക്സ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. വേറെ സെല്ലറും ഇല്ല, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സും ഇല്ല. ഓക്കെ, അപ്പൊ പ്രൈസ് മേക്കർ ആണ് മോണോപ്പൊളിസ്റ്റ്, അത് ഓർമ്മ വയ്ക്കുക. അതേപോലെ തന്നെ ബാരിയേഴ്സ് ടു എൻട്രി. ബാരിയേഴ്സ് ടു എൻട്രി ഉണ്ട് എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പ്രവേശിക്കാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് അല്ല മോണോപ്പൊളി എന്ന് പറയുന്നത്. ബാരിയേഴ്സ് ഉണ്ട് അവിടെ. ഓക്കെ, പ്രവേശന നിർഗമന സ്വാതന്ത്ര്യം ഇല്ല അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആണ്. എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെ? ദ ആക്ട് ഓഫ് സെല്ലിംഗ് ദ സെയിം പ്രോഡക്റ്റ് അറ്റ് ഡിഫറെന്റ് പ്രൈസസ് അല്ലെ ടു ഡിഫറെന്റ് കസ്റ്റമേഴ്സ്. പല കസ്റ്റമേഴ്സിനും ഒരേ പ്രോഡക്റ്റ് തന്നെ പല വിലയ്ക്ക് വിൽക്കുക. ഇത് ആർക്ക് കഴിയും? മോണോപ്പൊളിസ്റ്റിന് കഴിയും. മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് ഒരു വിലയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറൊരു വില അങ്ങനെ വിൽക്കുവാൻ കഴിയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ആണ് ശരിക്കും മോണോപ്പൊളിക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യൻ റെയിൽവേ, നമ്മുടെ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ. അപ്പം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മോണോപ്പൊളിയുടെ എക്സാമ്പിൾസ്. ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് പല രീതിയിലാണ് വിൽക്കുന്നത്. AC കോച്ചിന് വേറൊരു നിരക്ക് അല്ലെ, അതുപോലെ തന്നെ സ്ലീപ്പറിന് വേറൊരു നിരക്ക്, ജനറലിന് വേറൊരു നിരക്ക് അല്ലെ. ടിക്കറ്റിന് പല വ്യത്യാസം വരുന്നില്ലേ? അപ്പൊ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ കഴിയും. സെയിം ആയിരിക്കും, നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ എത്തുന്നത്, നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടെ അതിന് പല ടിക്കറ്റ് പല നിരക്കുകളാണ് വരുന്നത്. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നത് മോണോപ്പൊളിസ്റ്റിനാണ് അല്ലെ. ഓക്കെ, അപ്പൊ മോണോപ്പൊളിക്ക് എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? നമുക്ക് വാട്ടർ സപ്ലൈ പറയാം, ഇലക്ട്രിസിറ്റി അല്ലെ. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമേ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ വാട്ടർ സപ്ലൈ ഗവൺമെന്റ് അല്ലേ. അതേപോലെ തന്നെ റെയിൽവേ എൻറ്റയർലി കൺട്രോൾഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇതൊക്കെയാണ് മോണോപ്പൊളീസിന് എക്സാമ്പിൾ. പിന്നെ നാച്ചുറൽ മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ ചില നാച്ചുറൽ റിസോഴ്സസ് ചില സ്ഥലത്ത് ഉണ്ടാവും. അങ്ങനെ ഒരു നാച്ചുറൽ മോണോപ്പൊളി ഉണ്ട്. ഇപ്പൊ ആഫ്രിക്ക, അവിടെ ഡയമണ്ട് കിട്ടുന്ന സ്ഥലം അല്ലെ, ദക്ഷിണാഫ്രിക്കയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ നാച്ചുറൽ മൊണോപ്പൊളീസ് ഉണ്ടാവും. അത് കൂടാതെ ശരിക്കും മൊണോപ്പൊളിക്ക് എക്സാമ്പിൾ ഇന്നും റെയിൽവേയും അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇതൊക്കെ തന്നെയാണ്. അതുകൂടാതെ ഓൺലൈനിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ സെർച്ചിന് മോർ ദാൻ 70% ഇതുണ്ട്, മുൻതൂക്കമുണ്ട്. ഓൺലൈൻ സെർച്ചിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് ഗൂഗിൾ തന്നെയാണ്. അപ്പം പുതിയ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഗൂഗിൾ പറയാം കേട്ടോ. ഓക്കെ, അപ്പം പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പിന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, അത് ഞാൻ പറഞ്ഞു അല്ലെ. പിന്നെ ARഉം ഡിമാൻഡ് കർവും സെയിം ആയിരിക്കും. ആവറേജ് റവന്യൂ ഡിമാൻഡ് കർവ് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം സിംഗിൾ സെല്ലർ, നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, പ്രൈസ് മേക്കർ, ബാരിയേഴ്സ് ടു എൻട്രി, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഡിമാൻഡ് കർവ്. ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, മോണോപ്പൊളിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട്. മോണോപ്പൊളിസ്റ്റിന് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും എല്ലാം
പറഞ്ഞാൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് തന്നെ അറ്റൈൻ ചെയ്യാൻ കഴിയും. ഷോർട്ട് റണ്ണിന് ചിലപ്പം എൻട്രി ആയതുകൊണ്ട് തന്നെ നോർമൽ പ്രോഫിറ്റും അങ്ങനെയൊക്കെ ആയിരിക്കും നേടാൻ